മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. രാത്രി 2 മണി വരെ നടിമാരായ ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാ മേനോനുമെതിരെ അൻസിബ പോലീസിൽ പരാതി നൽകി. ഭയങ്കര അഗെയിൻസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയാണല്ലോ. എന്നിട്ട് ഈ ലാസ്റ്റ് നമ്മുടെ പാർട്ടി ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഷാമ്പയിനോ എന്തോ കൊള്ളാൻ ജസ്റ്റിസ് ഫോർ അൻസിബ എന്നതിനെ കമൻറ്റ് കിട്ടോ. യക്ഷിപ്രിയ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കേസ് ഇവിടെ ഒന്നും തീരത്തില്ല. ഇന്നലത്തെ വീഡിയോയും മെനഞ്ഞാണത്തെ വീഡിയോയും അതിന് മുമ്പത്തെ ദിവസത്തെ വീഡിയോസ് എല്ലാം പറഞ്ഞു ഇതിവിടെ തീർന്നതാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്. സൈബർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാൻ അവർ ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്വേതാ മേനോൻ, യക്ഷിപ്രിയ ഇവരാണ് ഇതിൻ്റെ പല ആൾക്കാരുടെ ഇടയിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടാണെന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള കൊട്ടേഷൻ കൊടുത്തു. അതുപോലെ തന്നെ ഒരു വിഷയം ഇപ്പോൾ വരുന്നുണ്ട്, അതിൻ്റെ താഴെ മൊത്തം അവളെ തെറി വിളിക്കണം, ആ രീതിയിലത്തെ സൈബർ ബുള്ളിങ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതേ കിടക്കുന്ന ഇന്നലെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അൻസിബ മദ്യപിച്ചു. അൻസിബയുടെ റൂമിൽ ഈ പറയുന്ന ഡയറക്ടർ നമ്മുടെ കോമഡി ഉത്സവത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മൃദുലാജ് അബ്ദുൾ എന്ന് പറയുന്നൊരു ഡയറക്ടർ, അദ്ദേഹം ആയിട്ട് കമ്പയർ ചെയ്തുള്ള രീതിയിൽ ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും സോഷ്യൽ മീഡിയ വന്നിട്ട് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഇന്നലെയൊക്കെ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ നല്ല രീതിയിൽ മനസ്സിലായി കാണും എന്താണെന്നുള്ള രീതിയിലാണ്. ഇതിൻ്റെ ഓൾറെഡി കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ അറിഞ്ഞിട്ടുള്ളതാണ്. ചേച്ചിമാരെ തെറ്റിപ്പോയി. ഇത് ഇവിടുത്തെ മലയാളികൾ അത്ര മണ്ടന്മാരാണെന്നാണ് നിങ്ങൾ വിചാരിച്ചേ. നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ ഈ അവീതത്തിന് അത് വലിച്ചു കീറും, അങ്ങനൊന്നുമല്ല. ഈ സജന ഫിറോസ് പൂക്കുട്ടി വിഷയത്തില റിയാസന വിഷയത്തില അവർ ബന്ധം പുലർത്തുന്നതൊന്നുമല്ല നമുക്കിവിടെ വിഷയം. ഇവിടെ ഫിറോസിനെ ചതിക്കാൻ നോക്കി എല്ലാം കൂടെ ഫിറോസിൻ്റെ തലയിൽ വെച്ച് അത് പിന്നെ റിയാസനയുടെ തലയിൽ വെച്ച് ഇതൊക്കെയാണ് ഓരോരുത്തർ ചെയ്തുകൊണ്ടിരുന്നത്. അത് പൊളിച്ചടുക്കുമായിരുന്നു നമ്മുടെ പരിപാടി. അല്ലാതെ പൂക്കുട്ടി ഗർഭം ഉണ്ടാക്കുമോ അത് ഏറ്റുവാങ്ങുമോ അതൊന്നും നമ്മുടെ മാറ്ററേ അല്ല. പാവം യക്ഷിപ്രിയ വിചാരിച്ച് കാണും ഈ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് വധിക്കുമെന്നുള്ള രീതിയിലാണ്. എന്തായാലും നമുക്ക് യക്ഷിപ്രിയയുടെ വീഡിയോയിലോട്ടൊന്ന് പോവാം. ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നൊരു കാര്യമാണ്. പേജൊന്നും ഞാൻ പറയത്തില്ല, ഇപ്പോൾ ന്യൂസിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഞാനായിട്ടത് പറയുന്നില്ല ആ പേജും കാര്യങ്ങളും. അങ്ങനെ ഇപ്പോൾ അമ്മർക്ക് റീച്ച് ഉണ്ടാക്കണ്ട. കാരണം 1.5 മിനിറ്റിൻ്റെ ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ഇന്ന് 4 മണിക്ക് ഇപ്പോൾ വന്ന് കാണുമായിരിക്കും ആ വീഡിയോ. ഞാൻ വീഡിയോ കണ്ടില്ല, അതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം തോന്നി. എല്ലാവരും ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് തന്നെ കൊടുത്തു. അതുപോലെ തന്നെ യക്ഷിപ്രിയയെ വെറുക്കുന്നവരൊന്ന് ലൈക്ക് അടിക്കുക, അതിൻ്റെ എണ്ണം ഒന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം. ഹൈപ്പുണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുത്തു. ഹസന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. കൊടുക്കുക ചേച്ചി, നല്ല കാര്യമല്ലേ ചേച്ചി, അങ്ങോട്ട് കൊടുക്ക്. പൈസ ഉള്ളവർക്ക് എന്തും ആവാമല്ലോ. 10-20 ലക്ഷം രൂപ ഓരോരുത്തൻ്റെ വെട്ടിപ്പിടിച്ച് കയ്യിലും വെച്ചിട്ട് അവനെതിരെ കൊണ്ട് കേസ് കൊടുത്തവളല്ലേ. ആ ഒരു പൈസയ്ക്ക് ഒരു കുപ്പി മദ്യം മേടിച്ചു കൊടു. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. അതെന്താ ചേച്ചി 2 മണി വരെയുള്ള വർത്താനം മദ്യമൊക്കെ കഴിച്ചിട്ട്? എനിക്ക് ചേച്ചീനെയും സംശയമില്ലാതില്ല. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. രാത്രിത്തെ സംസാരം ഇപ്പൊ ആണെന്നോ പെണ്ണെന്നോ ഒന്നും ഇല്ലല്ലോ. ഇപ്പം വളച്ചൊടിക്കുവാണെങ്കിൽ ചേച്ചി നമുക്കും വളച്ചൊടിക്കാം. അത് കഴിഞ്ഞ് 3 മണിയായപ്പോ ഞാൻ എന്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി. എന്നെ 2 മണി വരെ സംസാരിച്ച് ബാക്കി 1 മണിക്കൂർ എന്തായിരുന്നു ചേച്ചി? അതുകൂടെ ഒന്ന് പറയിച്ചി. അല്ല അറിയണം എന്നുള്ളൊരു തരേ 3 മണിക്ക് പോയി കുളിച്ചെന്നൊക്കെ പറയുന്നു. അനിയൻകുട്ടന് മനസ്സിലായി. പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോ താഴെ ഞാൻ എടുത്തോ ഫാസ്റ്റ് വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു ബെല്ലടിക്കും. അസൂയ മനസ്സിലായി, എനിക്ക് മനസ്സിലായി ചേച്ചി. ചേച്ചിയുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായി. അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. പോസസീവ്നെസ് അടിച്ചു കാണും അല്ലേ? അതല്ലെങ്കിൽ അങ്ങനല്ലേ വരത്തുള്ളൂ. ചട്ടിയും കലാകുമ്പോ തട്ടിമുട്ടിയെന്നൊക്കെ ഇരിക്കും. 4 മണിക്ക് റൂമിൽ ആള് വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലിൽ ഇരിക്കുക. അതിന് മുമ്പ് 2 മണി തൊട്ട് 3 മണി വരെ അതേ കട്ടിലിരുന്ന യക്ഷിപ്രിയക്ക് കൊണ്ട് ആ സ്ഥാനത്ത് വേറൊരുത്തൻ. ചേച്ചി പറ. കട്ടിലിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. കിടന്നില്ല ചേച്ചി? ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ ഇതെന്റെ ബ്രദർ ആണെന്ന് പറഞ്ഞു. അൻസിബയോടൊപ്പം ആ മുറിയിൽ ഉണ്ടായിരുന്നത് ആര്? സഹോദരനോ കാമുകനോ? യക്ഷിപ്രിയ ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആങ്ങളെ എങ്ങനെയാണ് മുഖം മറച്ചൊരു പെങ്ങളുടെ റൂമിൽ വരുന്നത്? അപ്പം മുഖമൊക്കെ മറച്ചിട്ടാണല്ലേ റൂമിലിരുന്നേ? ഇപ്പോഴത്തെ വെറൈറ്റി പരിപാടി വല്ലതും ആണോ? ബെൽറ്റൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി? ഒരു ഡൗട്ടേ.
ചേച്ചി പറ. മാത്രല്ല ഇത്രയും വലിയൊരു പെങ്ങളുടെ കൂടെ ആങ്ങളെ താമസിക്കില്ലല്ലോ. ശരിയാ എനിക്ക് അറിയാം, മനസ്സിലായി. വെല്ലുവിളിക്കുന്നു അൻസിബ. എന്താ കേസ് കൊടുക്കട്ടെ? അതെ കേസ് കൊടു. കൊള്ളാല. ബ്രദറിന്റെ ആധാർ കാർഡ് തരാൻ പറഞ്ഞു. ബ്രദറിന്റെ ആധാർ കാർഡ് ചോദിച്ച ചേച്ചി. ബ്രദറിന്റെ ആധാർ കാർഡ് ചോദിച്ച ചേച്ചി. ഇത്രയ്ക്കും സത്യസന്ധതയും നേർമയായിട്ട് പോകുന്ന ഒരു ചേച്ചിയാണെന്നോ ഞങ്ങൾ ഇത്രയും ദിവസം കിടന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്? ആധാർ കാർഡ് ചോദിച്ചിട്ട് ചേച്ചി. ആധാർ കാർഡ് ചോദിച്ചപ്പോ പറഞ്ഞു അവര് 7 സ്റ്റാർ ഹോട്ടലിൽ വരെ താമസിക്കുന്ന ആൾക്കാരാണ്, ആധാർ കാർഡ് ഒന്നും തരാനായിട്ട് പറ്റത്തില്ല. മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്, അതും ഈ മിഥിലാജാണ്. ഈ സ്റ്റേഷനിൽ വന്ന അതേ മിഥിലാജ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞുതരാം, മുൻപ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന താടി മുടിയൊക്കെ ഉള്ള മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആണുങ്ങളാകുമ്പോൾ താടി മുടിയൊക്കെ ഉണ്ടെന്നൊക്കെ ഇരിക്കും, അത് സ്വാഭാവികമാണ്. കൂടുള്ളവന് അതൊന്നും ഇല്ലാത്തതിന്റെ കുഴപ്പമില്ല. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. മിഥിലാജ് അൻസിബയുടെ റൂമിൽ വന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. ഗുരുതര ആരോപണങ്ങളുമായി ലക്ഷ്മിപ്രിയ. നമ്മളിപ്പോ ഏത് രാജ്യത്താ നിൽക്കുന്നത്? ഇന്ത്യയല്ലേ? അവള് വെള്ളമടിക്കൂ, ഇനി ആരെങ്കിലും കൂടെ പോവോ, കിടക്കുവോ, കുത്തിമറിയുവോ? എന്താ ചേച്ചിക്ക് ഇപ്പൊ പ്രശ്നം? ഇപ്പൊ ഇട്ട് കൊടുത്ത്, നൈസായിട്ട് വന്ന ഇട്ട് കൊടുത്ത്. ഞാൻ അമ്പി ഉമ്പി കാമ്പൂശ്ശേരി വങ്ങാനോത്താ മുരിങ്ങയ്ക്ക എന്നുള്ള അവസ്ഥ ഇരിക്കുകയാണ് ഞാനും മൂഞ്ചിപ്പോയി. അവളും കൂടെ சின்ன விட வரட்டுமா பெரிய விட வரட்டுமா, எச்சிப்ரிக்கு சின்ன வீடு பிடிக்கல, இந்த எச்சிப்ரிக்கு சின்ன வீடு பிடிக்கல. എന്തായാലും ഈ എച്ചിപ്രിയയുടെ പേര് കൊണ്ട് കേച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചേച്ചി. എന്തായാലും ചേച്ചി കാണിച്ചത് മോശമായി പോയി കേട്ടോ. അൻസിബ ചേച്ചി ഒന്നില്ലെങ്കിലും 2 മണി വരെ സംസാരിച്ച് 3 മണി വരെ കൂടിയിരുന്നതല്ലേ, അതിൻ്റെ ഇടയിലൊക്കെ എന്തൊക്കെ സംഭവിച്ചെന്ന് ആർക്കറിയാം. ഓക്കെ, ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും അടിച്ച കഥകളോ കാര്യങ്ങളോ ഒക്കെ അടിച്ചു വിടാനൊക്കെ പറ്റുമൊക്കെ ചെയ്യും. ഇപ്പം തന്നെ ഞാനൊരു 5-6 മിനിറ്റ് ഇങ്ങനെ സംസാരിച്ച് കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല നിങ്ങൾ ആരെങ്കിലും ഒക്കെ. ഞാൻ തന്നെ കണ്ടില്ലേ ഓരോന്നൊക്കെ ചിന്തിച്ച് കൂട്ടി. അവൾ ആരുടെ കൂടെ എല്ലാം പോട്ടെ, ഇപ്പൊ ചേച്ചി പോയി കഴിഞ്ഞാൽ വേറെ അടുത്ത വന്നെന്ന് പറഞ്ഞപ്പോ ചേച്ചിക്ക് എന്താ? ചേച്ചി കല്യാണം കഴിക്കാന്നോ അല്ല ഏറ്റാ? അല്ല ചേച്ചി ഉറപ്പിക്കാന്നോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏറ്റോ? ഇല്ലല്ലോ. ഉണ്ടോ? അവൾക്ക് വെള്ളം മേടിച്ചു കൊടുത്തെന്ന് പറയുന്നത്. ചേച്ചിയുടെ ഈയടുത്ത സമയത്ത് ഒരു കരക്കമ്പി ഉണ്ടായിരുന്നു കിടന്ന് ഡാൻസ് കളിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ മുങ്ങിയെന്നൊക്കെ പറയുന്നത്, ചിലവരൊക്കെ പറയുന്നത് നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, പിന്നെ നമ്മുടെ ബ്ലെസ്ലിയുടെ ഇതുപോലൊരു വെള്ളവടി കേസ് കേട്ടുണ്ടായിരുന്നു. ഞാൻ അതിലോട്ട് വരാം. ഇന്ന് പോയി ഈ പറയുന്ന അൻസിബ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് നമുക്കൊന്ന് പോകാം. ഓക്കെ, പോകുന്നു. നടിമാരായ ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാ മേനോനുമെതിരെ അൻസിബ പോലീസിൽ പരാതി നൽകി. കാൻ ചാനൽ മീഡിയ എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ വീഡിയോ പ്രചരിപ്പിച്ചു എന്നാണ് പരാതി. ഷീന മാർട്ടിൻ വിശദാംശങ്ങളുമായി. ഷീന, അമ്മയിലെ തർക്കം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പോ അൻസിബയുടെ പുതിയ പരാതിയുടെ അടിസ്ഥാനം, അതിന്റെ കാരണം, സാഹചര്യം എന്താ? ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ അശ്ലീലവും വ്യാജവുമായ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അൻസിബ ഇപ്പോൾ പലവട്ടം പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. പ്രധാനമായും ഗൂഢാലോചന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അൻസിബയുടെ പരാതി. ലക്ഷ്മിപ്രിയയും ശ്വേതാ മേനോനും ചേർന്ന കാരണം വ്യാജ കാര്യങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ട് ഇത്തരമൊരു ചാനലിന് ഇത്തരമൊരു ഇൻസ്റ്റഗ്രാം പേജിൽ അപൂർവം കൊടുക്കുകയും അത് ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആരോപണം. ശ്വേതാ മേനോൻ ഇതൊരു PR ഏജൻസിയുമായി ചേർന്ന് പ്രചരിപ്പിക്കുന്നു എന്നാണ് പ്രധാനമായും അൻസിബ ഉന്നയിക്കുന്നത്. ഞാൻ പറഞ്ഞോ ഇല്ലയോ? ഞാൻ എൻ്റെ വീഡിയോ കൂടെ അത് നേരത്തെ പറഞ്ഞുള്ള കാര്യമാണ്. പല ആൾക്കാരെയും മുട്ടിയിട്ടുകൊണ്ട് ഇവരെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി അൻസിബയ്ക്ക് വമ്പനൊരു സൈബർ അറ്റാക്ക് ഉണ്ടാക്കാനായിരുന്നു ഇവിടെ ഒരു പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ നമ്മുടെ വീഡിയോ കൂടെ ഇതൊക്കെ തുറന്നടിച്ച് പറയുമ്പോഴൊക്കെ എടാ നിനക്കൊക്കെ ഇത് കഴിഞ്ഞിടാ, നാണവും മാനവും ഇല്ലാത്തവരെ ഇതൊക്കെ കിടന്ന് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സഹിക്കുന്നതാണ് ഞാൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവാദം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു. ഈ നടിമാരായ ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാ മേനോനുമെതിരെയാണ് അൻസിബ ഇപ്പോൾ പോലീസിൽ പുതിയ പരാതി നൽകിയിരിക്കുന്നത്. ഒരു ഇൻസ്റ്റഗ്രാം പേജിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ വീഡിയോ പ്രചരിപ്പിച്ചു എന്നാണ് പരാതി. ഷീന മാർട്ടിൻ തുടരുന്നുണ്ട്. ഷീന, എന്താണ് ആ വീഡിയോയിൽ പറയുന്ന കാര്യം? കൂടിയാണ് ആ വീഡിയോയിൽ പല കാര്യങ്ങളും ലക്ഷ്മിപ്രിയ വെളിപ്പെടുത്തുന്നത്. ഒരു മുറിയിൽ താൻ അൻസിബയ്ക്കൊപ്പം താമസിച്ചിരുന്നു. ആ സമയത്ത് അൻസിബയ്ക്കൊപ്പം മറ്റൊരു പുരുഷനെ ആ മുറിയിൽ കണ്ടിരുന്നു. ഇത്തരം
ഇത്തരത്തിലുള്ള വ്യാജമായ അല്ലെങ്കിൽ അശ്ലീലം പരത്തുന്ന കാര്യങ്ങൾ പറഞ്ഞു വരുത്തുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിച്ചത്. അൻസിബ ഒരു മദ്യപാനിയാണ്, അതിന്റെ വീഡിയോ കൊടുത്തത് താനാണ് എന്നുള്ള തരത്തിലെല്ലാം ലക്ഷ്മിപ്രിയ ഇൻസ്റ്റാഗ്രാം പേജിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ രാത്രി ഹോട്ടൽ മുറിയിൽ മിഥിലാജ് എന്ന ആളുമായി അൻസിബ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള കഥകളെല്ലാം തന്നെ ലക്ഷ്മിപ്രിയ ഈ ഇൻസ്റ്റാഗ്രാം പേജ് എന്തെങ്കിലും ആവട്ടെ, നമുക്കിനി കുറച്ച് പുറമോട്ട് പോകാം. ബിഗ് ബോസ് സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ ഒരു പ്രേക്ഷകനായിട്ട് ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഈ പറയുന്ന ഇപ്പോഴത്തെ പ്രമുഖരായിട്ടുള്ളവരുടെ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് കാണുമായിരുന്നു ഞാൻ. അപ്പം ഈ പറയുന്ന അന്ന് ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ബ്ലെസ്ലി എന്ന് പറയുന്ന ഒരു വ്യക്തി. കാരണം റോബിൻ വാസസ് ബ്ലെസ്ലി ആയത് ഈ കാര്യങ്ങളൊക്കെ. അത് പിന്നെ റോബിൻ പോയതിന് ശേഷം ഈ പറയുന്ന ദിൽഷ വാസസ് ഈ പറയുന്ന ബ്ലെസ്ലി ആയിരുന്നു. ഓക്കെ, അപ്പോൾ റോബിൻ ഫാൻസുകാർ മൊത്തം ഇവനെ എടുത്തിട്ട് അങ്ങ് കൊടുക്കുകയാണ്. ആ സമയത്താണ് ലാസ്റ്റ് വീക്കിൽ ഇവരെല്ലാവരും പോയി കഴിഞ്ഞ ശേഷം ഈ ഒരു വൈൻ കുപ്പി ഉണ്ടായിരുന്നു. ഇവൻ ആ വൈൻ എടുത്ത് അങ്ങ് കുടിച്ചു. അപ്പോൾ ഇവർ ഒരുപാട് പേര് ഷൗട്ട് ചെയ്തു, ഇവൻ വൈൻ കുടിക്കുന്നത് ഞാൻ കണ്ട് എന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇവിടെ ഒരു വഴക്കുണ്ടാക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഷോയിൽ തന്നെ വേറൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഷോ കഴിഞ്ഞ് പാർട്ടി സമയത്ത് കണ്ട് അവൻ സിഗരറ്റ് വലിക്കുന്ന രണ്ടുപേർ കണ്ടെന്നൊക്കെ പറയുന്നത്. അത് പിന്നെ ഏഷ്യാനെറ്റിൽ ഇവരൊരു പ്രോഗ്രാം വന്നപ്പോൾ അവിടെ ഈ തളയെടുത്തിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉള്ളി വിഷം വെച്ചുകൊണ്ട് നടക്കുന്നത് മനസ്സിലായി. ഈ അടുത്ത സമയത്ത് അവനൊരു കേസിൽ പെടുത്തിയായിരുന്നു. കേസിൻ്റെ സത്യാവസ്ഥയൊന്നും നമുക്കറിയത്തില്ല, ഞാൻ ഫോളോയും ചെയ്യാൻ പോയില്ല. ആ കേസിലാണ് അവൻ പണം തട്ടി എന്നുള്ള രീതിയിലാണ് അതിലുമൊക്കെ ചെയ്തത്. വേണ്ടേ, അപ്പോഴും ഇൻ്റർവ്യൂ വന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കണേ. ഭയങ്കര എലീറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയാണല്ലോ. എന്നിട്ട് ഈ ലാസ്റ്റ് നമ്മുടെ പാർട്ടി ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഷാമ്പയിനോ എന്തോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കാണുന്നത് എല്ലാരും പോയൊക്കെ കഴിഞ്ഞപ്പം ഇവനിങ്ങനെ ഇത് കഴിക്കാനുള്ള ഭയങ്കരമായ ടെൻഡൻസി. ഞാൻ നൂറ് എടുത്തിരിക്കുന്ന ഇവ കാണുന്നില്ല. ഇവനത് എടുക്കണോ മണപ്പിച്ച് നോക്കുന്നു, ഒരു ഇച്ചിരി കുടിച്ചു നോക്കുന്നു, വെക്കുന്നു. അവൻ 3 കുപ്പി ഷാമ്പയിനുണ്ടാകുന്നു, 3 കുടിച്ചു നോക്കുന്നത്. 3 കുപ്പി ഇരുന്നും ആ എപ്പിസോഡ് എടുപ്പിക്കല്ലേ ചേച്ചി. എപ്പിസോഡ് എടുപ്പിച്ചാൽ എല്ലാം വരും. വൈൻ കുടിച്ചു 3 കുപ്പിയൊക്കെ കുടിച്ചു. എൻ്റെ പൊന്നോ, വൈനല്ലേ ചേച്ചി, വൈനല്ലേ, അല്ല വേറെ വല്ല ഐറ്റം വല്ല ആണോ? പറ. എന്തൊക്കെ കാണണം. ഇവരുടെ ഉള്ളിൽ ഒരാൾ ഇവരുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അവനെ നശിപ്പിക്കുക എന്നുള്ള ഒരു ചിന്ത. ഇപ്പോഴും ഞാനൊരു കാര്യം പറയാം. 5 ആ റൂമിൽ ആരെങ്കിലും നിങ്ങൾ പോയതിന് ശേഷം വരുത്തുവോ? അവളുടെ ഇഷ്ടം, അവളെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. എന്തേ ഞാനോ നാറി, ഇനി അവളും കൂടെ നാറട്ടെ എന്ന് കരുതിയ കുറെ എണ്ണം വന്നിരിക്കുന്നു. എനിക്ക് ഏറ്റവും കുഴപ്പമുണ്ടായിരുന്നത് ബ്രസീൽ എടുത്താണ്. അത് ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്. അതെനിക്ക് മാറ്റാൻ പറ്റിയില്ല. ഇപ്പൊ ബ്രസീൽ ആരോടെങ്കിലും ചോദിച്ചു നോക്കിക്കോളൂ, നിഷയോട് ചോദിച്ചു നോക്കൂ, ജാസ്മിനോട് ആരോടെങ്കിലും ചോദിച്ചു നോക്കിക്കോളൂ. ഉണ്ടായ കാര്യമാണ് ഞാനീ പറയും. മനസ്സിലായില്ലേ? എനിക്ക് ഇഷ്ടപ്പെടാത്തത് ബ്രസീലിനെയാണ്. ഓക്കെ, അപ്പം ഇന്ന് 4 മണിക്കാണ് ആ പറയുന്ന ഇൻ്റർവ്യൂ ഇറങ്ങാനിരിക്കുന്നത്. കേസ് കൊടുത്തിട്ടുണ്ട്, ഇനി ഇറങ്ങാതിരിക്കുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് വഴി വെച്ച് കാണാം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ. എന്തായാലും യക്ഷിപ്രയുടെ യക്ഷത്തരമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ പറ ഗൈസ്, നിങ്ങൾക്ക് എന്താണ് ഇതിനുള്ള അഭിപ്രായങ്ങൾ തോന്നുന്നത് വെച്ചാൽ അത് കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. ദിസ് ഇസ് ഫോർ ഇൻസും കൂടെ ഇടുക. ബൈ ബൈ, ലവ് യു ഓൾ ഗൈസ്.